السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഹദീസ് ക്ലാസ് ആരംഭിക്കുകയാണ്. വിഷമം അനുഭവിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമായ ആളുകളോടുള്ള അനുകമ്പ, കാരുണ്യം, അത് ഇസ്ലാം വളരെ പ്രാധാന്യപൂർവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ വിഷയത്തിൽ കുറേ സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഇനി അതിലൊരു ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഖാലത്ത് ജാഅത്നി മിസ്കീനത്തുൻ തഹ്മിലു ബിനതൈനി ലഹ ഫഅതഅംതുഹാ സലാസ തംറാത്തി. ഈ റിപ്പോർട്ടിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു കാരക്ക രണ്ട് ഭാഗമായി ആ സ്ത്രീയോടൊപ്പം വന്ന രണ്ട് പെൺകുട്ടികൾക്ക് ആ ഉമ്മ പകുത്തു കൊടുത്തു. അവരൊന്നും കഴിച്ചില്ല. അതാണ് ആദ്യത്തെ റിവായത്തിലുള്ളത്. ഈ റിവായത്തിലുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആ പാവപ്പെട്ട സ്ത്രീ രണ്ട് പെൺകുട്ടികളെയുമായി വന്നു. അപ്പം ഞാൻ അവർക്ക് 3 കാരക്ക കൊടുത്തു. അപ്പം അവരെന്ത് ചെയ്തു? ഫഅതതു കുല്ല വാഹിദത്തി മിൻഹുമാ തംറ. ഓരോ പെൺകുട്ടിക്കും ഓരോ കാരക്ക കൊടുത്ത് 1 ബാക്കിയായി. ഫറഫഅതി ഇലാ ഫീഹാ തംറത്തൻ ലിതഅകുലഹ. ആ 3ാമത്തെ ബാക്കിയായ കാരക്ക സ്വന്തം തിന്നാൻ വേണ്ടി അവരത് വായിലേക്ക് തിന്നാൻ വേണ്ടി ഭാവിച്ചപ്പോൾ, ഒരുങ്ങിയപ്പോൾ ഫസ്തംതഅത്ഹ ഇബ്നതഹ, ആ 2 പെൺകുട്ടികളും അതും കൂടി അവർക്ക് വേണം എന്നാവശ്യപ്പെട്ടു. അപ്പം അവരെന്ത് ചെയ്തു? ഫശഖത്തി തംറത്തല്ലത്തി കാനത്ത് തുരീദു അൻ തഅകുലഹ ബൈനഹുമ. അവർ തിന്നാൻ ഉദ്ദേശിച്ചുകൊണ്ട് വായിലേക്ക് ഉയർത്തിയ ആ കാരക്ക 2 കഷ്ണമായി ചീന്തി തൻ്റെ 2 പെൺകുട്ടികൾക്ക് കൂടി കൊടുത്തു. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് 1.5 കാരക്ക കിട്ടി. ഉമ്മ ഒന്നും കഴിച്ചില്ല. ആയിഷ പറയാണ് ഫഅജബനി ഷഅനുഹ. അപ്പോൾ 2 എണ്ണം ഒരു കുട്ടിക്ക് ഒന്നൊരു കുട്ടിക്കും കൊടുത്തിട്ടുണ്ടല്ലോ. ഇവരാണെങ്കിൽ കുട്ടികളെക്കാൾ കൂടുതൽ വിശന്നിരിക്കുകയായിരിക്കും. അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് കുട്ടിക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ 1 അവർ തിന്നാൻ ഉദ്ദേശിച്ചപ്പോൾ അതുപോലും ആ കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് പകുത്തു കൊടുത്തു. അപ്പോൾ തൻ്റെ മക്കളോടുള്ള കാരുണ്യം, അത് തന്നെ പെൺകുട്ടികളോടുള്ള കാരുണ്യം, അവരോടുള്ള സ്നേഹം, അവരോടുള്ള ലാളന, അവരോടുള്ള അനുഭാവം, ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിസ്സാരങ്ങളല്ല. അതുകൊണ്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ സംഭവം അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ നബി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹ അൽ ജന്ന. ഈ പ്രവൃത്തി, ഈ 2 പെൺകുട്ടികൾക്ക് താനൊന്നും കഴിക്കാതെ തനിക്ക് കിട്ടിയ വിഹിതം പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഭജിച്ചു കൊടുത്ത ഈ സ്ത്രീയുടെ പ്രവർത്തനം, അവരുടെ കാരുണ്യം കാരണം ഔജബ ലഹാ ബിഹൽ ജന്ന. അപ്പോൾ സ്വർഗം വാങ്ങുക എന്ന് പറയുന്നത് അത് അധ്വാനം പിടിച്ച കാര്യമാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശമുണ്ടെങ്കിൽ, നീയത്തുണ്ടെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കിയാൽ അത് സാധ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി, വലിയ പ്രവൃത്തി, ഒരു 3 ചുള കാരക്ക അത് തൻ്റെ കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. ആ സ്ത്രീ ഒന്നും കഴിച്ചില്ല. അത് അവരുടെ കാരുണ്യത്തിൻ്റെ തെളിവായി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു. അതായത് അഅതഖ്തഹ മിനന്നാർ, നരകത്തിൽ നിന്ന് അവർക്ക് അള്ളാഹു രക്ഷ നൽകി. നരകത്തിൽ നിന്ന് വമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് നരകത്തിൽ നിന്ന് കുറേ ദൂരെ ആവാൻ സാധിച്ചു. ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ കടക്കുകയും ചെയ്തു, അതിനുള്ള പ്രവേശനം ലഭിച്ചു. ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അതാണ് ഇവിടെ ഉദ്ദേശം. പിന്നെ അബൂ ശുറൈഹ് ഖുവൈലിദ് ബിൻ അംർ അൽ ഖുസാഇ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി വഹദ്ദിജു ഹഖ്ഖൽ ദഈഫൈനി. 2 ദുർബല വിഭാഗങ്ങളുടെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്നവരെ ഞാൻ കുറ്റവാളികളായി, അവർ കുറ്റം ചെയ്തവരായി ഞാൻ കാണുന്നു. 2 ദുർബല വിഭാഗങ്ങളോട്
നീതിയും കാരുണ്യവും കാണിക്കാതിരിക്കുക എന്നത് കുറ്റകരമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം. ഭാഷാപരമായി അറബി ഭാഷയിൽ ഏറ്റവും നല്ല ശുദ്ധമായ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അല്ലാഹു ഊതീതു ജവാമി അൽ കലിം, എനിക്ക് ഭാഷയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഭംഗി എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി ഉഹദ്ദിജു ഹഖ്ഖ ലഈഫൈനി, ഈ രണ്ട് പാവപ്പെട്ടവരുടെ വിഷയത്തിൽ അവരുടെ അവകാശങ്ങൾ നിങ്ങൾ നിഷേധിച്ചാൽ അവർക്ക് കൊടുക്കേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകും. ആരാണത്? അൽ യതീമു വൽ മർഅ. ഒന്ന് അനാഥയാണ്, മറ്റൊന്ന് സ്ത്രീയാണ്. അപ്പം അനാഥയും അതുപോലെ തന്നെ സമൂഹത്തിലെ ദുർബല വിഭാഗമായി കണക്കാക്കുന്ന സ്ത്രീകളും. ഇതൊക്കെ ഇപ്പോൾ കേട്ടാൽ ഞങ്ങൾക്കൊരു ദൗർബല്യമില്ല, എന്തിനാണ് ഞങ്ങളങ്ങനെ ചവിട്ടിത്താത്തുന്നത്, എന്തിനാണ് ഞങ്ങളങ്ങനെ കുറച്ച് കാണിക്കുന്നത്, എന്തിനാണ് ഞങ്ങളങ്ങനെ വില കുറിച്ച് പറയുന്നത് എന്നൊക്കെ ഒരു കാര്യമായി ചിന്തിക്കാത്ത ഫെമിനിസ്റ്റുകളൊക്കെ ഇങ്ങനെ വാദിക്കും. എന്തിനാണ് നിങ്ങൾ പെണ്ണുങ്ങളെങ്ങനെ താഴെ തട്ടിൽ നിർത്തുന്നത്, എന്തിനാണ് അവരെ ഈ രൂപത്തിൽ ഇകഴ്ത്തുന്നത് എന്നൊക്കെയാണ് വലിയ യുക്തിയിൽ ആളുകൾ ചോദിക്കുക. സഹോദരന്മാർ, ഇത് പ്രകൃതമാണ്. ഈ പ്രകൃതത്തെ ആർക്കും ഇല്ലാതെയാക്കാൻ കഴിയില്ല, നിഷേധിക്കാനും കഴിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കുകയും സ്നേഹം കാണിക്കുകയും അവരുടെ ദൗർബല്യത്തിൽ അവർക്ക് ഉള്ള പോരായ്മകളെ പുരുഷൻ പരിഹരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് പുരുഷൻ അത് പരിഹരിച്ചു കൊടുക്കുക. അപ്പോഴാണ് ജീവിതം വളരെയധികം സുഗമമായി തീരുന്നത്. അടുത്ത ഹദീസിൽ മിസ്അബ് ബിൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റഅ സഅദുൻ അന്ന ലഹു ഫളൻ അലാ മൻ ദൂനഹു. മനുഷ്യന്റെ പ്രകൃതമാണല്ലോ. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ മിസ്അബ് പറയാണ്, സഅദിന് ഇങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. എന്താണ്? തന്നേക്കാൾ താഴെ നിലവാരത്തിലുള്ളവരെക്കാൾ ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്നൊരു ചിന്ത അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹൽ തുൻസറൂന വ തുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങൾക്ക് തന്നെ ഭക്ഷണം കിട്ടുന്നതും നിങ്ങൾക്ക് തന്നെ ജീവിത സൗഖ്യം ലഭിക്കുന്നതും നിങ്ങൾക്ക് തന്നെ വിഭവങ്ങൾ കിട്ടുന്നതുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബല വിഭാഗങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അള്ളാഹു അവരോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കുന്നത് ദുർബലന്മാരോടാണ്. അപ്പോൾ അവർക്ക് വിഷമമുണ്ടാകുമ്പോൾ അള്ളാഹു മഴ കൊടുക്കും, അവർക്ക് വിഷമമുണ്ടാകുമ്പോൾ അള്ളാഹു കൃഷി ഉൽപ്പാദിപ്പിക്കും, അവർക്ക് വിഷമമുണ്ടാക്കുമ്പോൾ അള്ളാഹു കന്നുകാലികളുടെ വിഭവങ്ങൾ വർദ്ധിപ്പിക്കും, അവർക്ക് വിഷമമുണ്ടാക്കുമ്പോൾ അള്ളാഹു നാട്ടിൽ ഐശ്വര്യമുണ്ടാക്കും. അപ്പം ബുദ്ധിമുട്ടില്ലാതെ ദുർബലന്മാരും പാവപ്പെട്ടവരും അതുകൊണ്ട് ജീവിച്ചു പോകും. അപ്പം ആ കൂട്ടത്തിൽ പങ്കുപറ്റാൻ വലിയ ആൾക്കാർ, ഞാനാണ് ഓരേക്കാൾ വലിയവനെന്ന് പറയുന്ന അഹങ്കാരിക്കും വലിയ പങ്ക് കിട്ടും. പക്ഷെ അത് ഇവൻ്റെ വലിയ മാനം കൊണ്ടോ സ്ഥാനം കൊണ്ടോ പദവി കൊണ്ടോ ഒന്നും ഇവന് കിട്ടുന്നതല്ല. നേരെ മറിച്ച് ഈ ദുർബലരോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം. ഒക്കെ അവന് പറഞ്ഞില്ലേ, ഈ ബഹീമത്തുകൾ, അതായത് കന്നുകാലികൾ നാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ, മിണ്ടാപ്രാണികൾ എന്ന് പറയും. അവർ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മേഞ്ഞു പുല്ല് തിന്നുന്നു, അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നു. അപ്പം അവരെ സൃഷ്ടിച്ച രക്ഷിതാവായ അള്ളാഹു അവർക്ക് മഴ പെയ്യിക്കും. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാണ്ടാവുക, കന്നുകാലികൾക്ക് വെള്ളം കിട്ടണമല്ലോ. അപ്പം ലൗലൽ ബഹാഇമുലം യുംതറു, ഈ കന്നുകാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കന്നുകാലികൾ നാട്ടിൽ ഈ ജീവികൾ ഇങ്ങനെയുണ്ട്. അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു, അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി അള്ളാഹു ഭൂമിയിലൂടെ വെള്ളം അത് സൂക്ഷിച്ചു വെക്കുന്നു, തടാകങ്ങളിൽ അത് സൂക്ഷിച്ചു വെക്കുന്നു. അപ്പോൾ അവരൊക്കെ ആവശ്യത്തിന് അത് കുടിക്കുന്നു. കൂട്ടത്തിൽ ആ ഒരു കെയർ ഓഫിൽ മനുഷ്യൻ ചെന്നുകൊണ്ട് അത് കുടിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽപ്പെട്ട ദുർബലന്മാരെയും അവശത അനുഭവിക്കുന്നവരെയും മിസ്കിന്മാരെയും
കുറച്ച് കാണാൻ പാടില്ല. അവർ നിങ്ങളെപ്പോലെയുള്ള ഹൽക്കുകളാണ്, സൃഷ്ടികളാണ്. അവർക്ക് അവരുടേതായ ബഹുമതിയും ആദരവും കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു വിചാരം, ഞാൻ ഓരേക്കാളൊക്കെ മെച്ചപ്പെട്ടവനാണ് എന്നൊരു വിചാരം മനസ്സിലുണ്ടായപ്പോഴാണ് അതിനെക്കുറിച്ച് നബിയുമായി സംസാരിച്ച് കാണണം. അപ്പോൾ നബി പറഞ്ഞത് പാടില്ല, അങ്ങനെ ഒരു വിചാരമേ നിനക്ക് പാടില്ല. ഒരു പക്ഷേ നിന്നേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയുണ്ടായത്. അബൂദർദ ഉവൈമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബ്ഗൂനി ദുഅഫാ, നിങ്ങൾ ദുർബലന്മാരെ എനിക്ക് കാണിച്ചു തരുന്നു, പാവപ്പെട്ടവരെ കാണിച്ചു തരൂ, അവശത അനുഭവിക്കുന്ന ദുർബല വിഭാഗങ്ങളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ, അല്ലെങ്കിൽ അവരെവിടെയുള്ളത് എന്ന് എനിക്ക് കാണിച്ചു തരൂ. ഫഇന്നമാ തുൻസറൂന വതുർസഖൂന ബിദുഅഫാഇക്കും, ആ അവശരായ വിഭാഗത്തോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളെക്കാളൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള ഒരാളുകൾ ഒരുപാടുണ്ടല്ലോ, അവരൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ. നമുക്ക് അള്ളാഹിൻ്റെ ഹെൽപ്പ് ഉണ്ടാകണം എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് യാചിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതേസമയം നമ്മോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഫലക്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്കന ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ഇത്ര കറക്റ്റായിട്ടാണ്. മലമുകളിലുള്ള വലിയ മലമ്പാത, അതിനാണ് അഖബ എന്ന് പറയുന്നത്. അതിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? എന്താണത്? ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കുക. ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്ഗബ, കടുത്ത ദാരിദ്ര്യമുള്ള ദിവസം ഭക്ഷണം കൊടുക്കുക. യതീമൻ ദാ മഖറബ, നിന്റെ കുടുംബത്തിൽപ്പെട്ട അനാഥക്ക്. ഔ മിസ്കീനൻ ദാ മത്രബ, ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് മണ്ണിൽ പുരണ്ടു പോയിട്ടുള്ള വളരെയധികമുള്ള മിസ്കീന്. അതാണ് ഇസ്ലാം കൽപ്പിക്കുന്ന ദീനെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പുതിയ ഒരു അധ്യായം അൽ വസിയ്യത്തു ബിൻ നിസാ. സഹോദരന്മാരെ, ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ട് മനസ്സിലാക്കി വേണ്ടത്ര ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അതിൻ്റെ ആശയഗതികളെ അങ്ങേയറ്റം താറടിച്ച് കാണിക്കുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണിത്. അൽ വസിയ്യത്തു ബിൻ നിസാ, സ്ത്രീകളോടുള്ള ഗുണകാംക്ഷ. മനസ്സിലായില്ലേ? അവർക്ക് സേവനം ചെയ്യൽ, അവരുടെ ദൗർബല്യം നമ്മൾ മനസ്സിലാക്കൽ, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കൽ, അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, പണി, ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കാതിരിക്കൽ, വല്ല കാര്യങ്ങളും അവരെ ഏൽപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ കൂടിക്കൊടുക്കൽ, അതിനെ സഹായിച്ചു കൊടുക്കൽ. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ തൻ്റെ കൂടെ ജീവിക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക്, സ്ത്രീക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇന്റെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് അവരോട് സഹവസിക്കണം. അവർക്ക് നന്മ ചെയ്തുകൊണ്ട്, അവർക്ക് നിങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ ലഭിച്ചുകൊണ്ട്. പിന്നെ മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശറഅ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മഅറൂഫാണ്. ശറഅ് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻകറാണ്, നിഷിദ്ധമാണ്, വെറുക്കപ്പെട്ടതാണ്. അപ്പം അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു അനുവദിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ മഅറൂഫ് എന്ന് പറയും. അതുപോലെ തന്നെ നാട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും നാട്ടുകാർ നല്ലതാണെന്ന് വിചാരിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചിലപ്പോൾ നല്ലതായി കൊള്ളുന്നില്ല. ഒരു നാട്ടിൽ വളരെ മോശപ്പെട്ട ആളുകൾ കുറേയധികം ജീവിക്കുന്നവർക്ക് അവരുടെ അടുക്കൽ പല പ്രവൃത്തികളും നല്ലതായിട്ട് അവർക്ക് തോന്നും. ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറച്ച് കഞ്ചാവ് വലിയന്മാർ ഒരു സ്ഥലത്തൊരു സംഘമായിട്ട് കൂടുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കഞ്ചാവ് വലിക്കലായിരിക്കും. പക്ഷെ അതുകൊണ്ട് അത് നല്ല കാര്യമെന്ന് പറയാൻ പറ്റുമോ? കുറേ ആളുകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ അക്കലിന്, മനുഷ്യൻ്റെ ജീവന് ഇതിനൊക്കെ ഭീഷണി ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഹറാമായിരിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹു ഉപദേശിക്കുന്നത് സൂറത്തു നിസാ, ഒരു സൂറത്ത്, ഒരു അധ്യായം തന്നെ അതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം, 4-ാമത്തെ അധ്യായം. ഫാത്തിഹ, അൽ ബഖറ, പിന്നെ ആൽ ഇംറാൻ, പിന്നെ നിസാ. 4-ാമത്തെ അധ്യായം
അത് മുഴുവൻ സ്ത്രീകൾ എന്നാണ് എൻ്റെ അർത്ഥം. അന്നിസ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ്. അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വിവാഹം, അവരുടെ തലാഖ്, അവരുടെ അനന്തരാവകാശം, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കുറേ മസാലകൾ ചർച്ച ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തു നിസാ. അതുകൊണ്ട് അവരോട് കരുണ കാണിക്കണം. അവരെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്, അവരുടെ എങ്ങനെയാണ് മുആശറത്ത്, സഹവാസ ജീവിതം കാണിക്കേണ്ടത്, അതിനാണ് മുആശറ എന്ന് പറയുക. അവരുടെ കൂടെ ജീവിച്ച് അവർക്ക് സന്തോഷമുണ്ടാകുന്ന വിധം ഹൃദ്യമായ നിലക്ക് അവരോട് പെരുമാറുക. പിന്നെ രണ്ടാമത്തെ ആയത്ത് സൂറത്തു നിസായിലെ 129 ആയത്ത് എന്തായാലും പറയണം, അല്ലാഹു വലൻ തസ്തതിഉ അൻ തഅദിലു ബൈന നിസായി വലൗ ഹറസ്തും. ഇതിപ്പോൾ 2 ഭാര്യമാരുള്ള അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഭാര്യമാരുള്ള ഒരു പുരുഷന് ബാധകമായിട്ടുള്ളൊരു സന്ദേശമാണ്. അതായത് നിങ്ങൾ എത്ര മാക്സിമം പരിശ്രമിച്ചാലും നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പം നീതി കാണിക്കാൻ നിങ്ങൾക്ക് തയ്യാറില്ലെങ്കിൽ ഫവാഹിദ, ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പം ആ നീതി എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായ നീതിയാണ്. ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് വസ്ത്രം, മറ്റൊന്ന് പാർപ്പിടം, മറ്റു സൗകര്യങ്ങൾ. ഇതെല്ലാ ഭാര്യമാർക്കിടയിലും തുല്യമായിരിക്കണം. ഒരാളോടും മറ്റൊരാളേക്കാൾ അവർക്ക് വിവേചനം കാണിക്കാൻ പാടില്ല. എന്നാൽ ഹൃദയത്തിലെ സ്നേഹം, അപ്പോൾ ഒരു ഭാര്യയോട് കുറച്ച് തൻ്റെ അത് പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല, ഭാര്യയുടെ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ ചിലപ്പോൾ പല കാരണങ്ങളാലും ഒരാളോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കും. അതിനർത്ഥം ആ ഇഷ്ടമില്ലാത്ത ഭാര്യ അവളെ സന്ദർശിക്കാതിരിക്കുക, അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, വസ്ത്രം വാങ്ങി കൊടുക്കാതിരിക്കുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതിരിക്കുക, അവരെ പിന്നെ ആകെ കൂടി ടെൻഷൻ, പൂർണ്ണമായിട്ടും അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുക. സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇത് ക്രൂരതയാണ്. ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നേരെ മറിച്ച് എല്ലാ കാര്യത്തിലും തുല്യനീതി. പിന്നെ ഹൃദയം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഇയാളെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല, അത് ഭർത്താവിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. കുറച്ചൊക്കെ അഭിനയിച്ച് നോക്കാൻ അവന് സാധിക്കും, പക്ഷേ ഇത്ര കാലം അഭിനയിക്കും. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ ഉള്ള സ്നേഹത്തിൻ്റെ വിഷയത്തിൽ വലൗ ഹറസ്തും, നിങ്ങൾ എത്ര താല്പര്യം കാണിച്ചാലും സ്ത്രീകൾക്കിടയിൽ നിങ്ങളുടെ ആ ഹൃദയ സംബന്ധമായ നിങ്ങളുടെ ആ അങ്ങേറ്റത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് അള്ളാഹു നിങ്ങളോട് നിർബന്ധിക്കുന്നില്ല. ഫലാ തമീലു കുല്ലൽ മൈലി, പക്ഷേ ഒരുത്തിയുടെ അടുക്കലേക്ക് നിങ്ങൾ ഒന്നായിട്ട് ചാഞ്ഞു പോകരുത്. ഫതദറുഹാ കൽ മുഅല്ലക, അപരയെ, മറ്റ് സ്ത്രീയെ ആകാശത്തിനിടയിലും ഭൂമിക്കിടയിലും തൂക്കിയിട്ടവളെ പോലെ. അവർക്കൊരു കരാറില്ല. എങ്ങോട്ട് പോകണം, ആര് സംരക്ഷിക്കും, ആരാണ് എൻ്റെ അഭയം, ആരാണ് എൻ്റെ താങ്ങ്, ആരാണ് എൻ്റെ തണൽ, ആരാണ് എന്നെ സംരക്ഷിക്കുക എന്ന ബേജാറിൽ ജീവിതം തന്നെ ദുസ്സഹമായി കഴിഞ്ഞുകൂടുന്ന സ്ത്രീകൾ. അതുപോലെ അവളെ വിട്ടേക്കരുത്. വൈൻ തുസ്ലിഹു വതത്തഖു, നിങ്ങൾ സുൽഹുണ്ടാക്കണം, നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം. 2 ആളുകൾക്കിടയിലും 2 ഭാര്യമാർക്കിടയിലും നിങ്ങൾ രജ്ഞിപ്പും സ്നേഹവും ഉണ്ടാക്കണം. അപ്പോൾ കഴിയുന്നത്ര ഒരു ഭാര്യ മറ്റേ ഭാര്യയോടും മറ്റേ ഭാര്യ ഈ ഭാര്യയോടുമൊക്കെ സഹകരിച്ചുകൊണ്ട് ഇസ്ലാഹ് ഉണ്ടാക്കണം. വതത്തഖു, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങേറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇവിടെ അദില് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് ഭൗതികമായുള്ള കാര്യങ്ങളിലുള്ള അതിലാണ്. മാനസികമായുള്ള കാര്യങ്ങളിലും ചെയ്യാവുന്ന വിഷയത്തിൽ, സംസാരിക്കുന്ന വിഷയത്തിൽ, കാണാൻ പോകുന്ന വിഷയത്തിൽ, ക്ഷേമ അന്വേഷണങ്ങൾ നടത്തുന്ന വിഷയത്തിൽ ഇതൊന്നും ഒരു വ്യത്യാസവും കാണിക്കാൻ പാടില്ല. അതേസമയം മനുഷ്യനെന്ന നിലയിൽ ഒരാളോടുള്ള തൻ്റെ കുറച്ചുകൂടി കൂടിയ പ്രതിപത്തി, അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ സൗന്ദര്യം, അല്ലെങ്കിൽ പെരുമാറ്റം, അതല്ലെങ്കിൽ ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞില്ലേ, അവരുടെ അടുക്കൽ നിങ്ങൾ ശാന്തി കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇണകളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ വിഷയത്തിലൊക്കെ ചിലപ്പോൾ ഇവർക്കിടയിലുള്ള കൈകാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം അതിനനുസരിച്ച് പുരുഷൻ്റെ
നിലപാടുകളിലും വ്യത്യാസം വന്നേക്കാം. അപ്പം ഇവന് സാധിക്കാത്ത ഒരു കാര്യം അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധിക്കുന്നില്ല. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവൻ നീതി കാണിച്ചേ പറ്റൂ എന്ന് ഖുർആൻ നിഷ്കർഷിക്കുന്നുണ്ട്. ഇനി അതിൽ ഉദ്ധരിക്കുന്ന ആദ്യത്തെ ഹദീസ് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ. നിങ്ങൾ സ്ത്രീകളുമായി എപ്പോഴും ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. അവരോട് എപ്പോഴും നല്ലത് അവരെക്കുറിച്ച് വിചാരിക്കുകയും നല്ലത് അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന മനോഭാവം നിങ്ങൾ കാത്തുസൂക്ഷിക്കുകയും അത് ചെയ്യുകയും വേണം. ഇത് ഏറ്റവും വലിയ ഉപദേശമാണ്. ഇതൊന്നും ഈ വലിയ യുക്തിവാദികൾക്കോ ഭൗതികവാദികൾക്കോ ഫെമിനിസ്റ്റുകൾക്കോ സ്ത്രീ സമത്വവാദികൾക്കോ ഒന്നും, കാരണം അവർക്കെന്ത് സ്ത്രീകളോട് ഗുണകാംക്ഷ ഉണ്ടാണെന്ന് പറയാൻ തന്നെ പാടില്ല. അത് മോശമല്ലേ? അങ്ങനെ പറഞ്ഞാൽ സ്ത്രീകൾ 2ാം നമ്പറായി പോവില്ലേ? അതിന് ഗുണകാംക്ഷ നമുക്ക് ആവശ്യമില്ല, നിങ്ങളെ ഗുണകാംക്ഷ നമുക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് വലിയ പുരോഗമനം പറയുന്ന ആളുകളുണ്ടായിരിക്കും. സഹോദരന്മാരെ, ഇതൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ച അവൻ്റെ പ്രകൃതം അറിയുന്ന പടച്ചവൻ്റെ കൽപ്പനകളാണ്. ആ പടച്ചവൻ നമ്മളെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി നിയോഗിച്ചയച്ച മെസ്സഞ്ചേഴ്സ്, സന്ദേശകന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ സന്ദേശം നമുക്ക് എത്തിച്ചു തരുന്ന റസൂല്. ആ റസൂലിൻ്റെ നിർദ്ദേശം നിങ്ങളെപ്പോഴും സ്ത്രീകളോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. നിങ്ങളിൽ നിന്ന് എപ്പോഴും അവർക്ക് നന്മ കിട്ടിക്കൊണ്ടിരിക്കണം. ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ലലൈൻ മിൻ ളിലൈൻ. സ്ത്രീ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടത് വളഞ്ഞ എല്ലുകൊണ്ടാണ്. അതാണ് ളിലൈൻ എന്ന് പറഞ്ഞാൽ. വാരിയെല്ല് എന്ന് പറയും. ഫഇന്ന അഅവജമ ഫിൽ ളിലൈ അലാഹു. വാരിയെല്ലുകളിൽ കൂടുതൽ വളവുള്ളത് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള എല്ലാണ്. മനുഷ്യൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ശാരീരിക സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അവൻ്റെ നെഞ്ചത്ത് ഉള്ള വാരിയെല്ലുകൾ, ആ വാരിയെല്ലുകളുടെ ഏറ്റവും മുകളിലുള്ള എല്ലിനാണ് ഏറ്റവും കൂടുതൽ വളവുള്ളത്. അതിൽ നിന്നാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. ഫഇൻ ദഹബ്ത തുഖീമുഹു. ആ സ്ത്രീയുടെ പ്രകൃതത്തിലുള്ള ആ ഒരു ന്യൂനത അല്ലെങ്കിൽ ആ വളവ് അത് നേരെയാക്കണം എന്ന് നീ വാശി പിടിച്ചാൽ കസർത്തഹു, ആ വളഞ്ഞ എല്ല് പൊട്ടിപ്പോവും. ഫൈൻ തറക്തഹു, അത് സാരല്ല, അതവിടെ നിന്നോട്ടെ. അതൊക്കെ അള്ളാഹു അവരുടെ ഹിൽക്കത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അത് നേരാക്കാൻ പോണ്ട, അത് അതിനെങ്ങനെ അവിടെ നിർത്തുക. ലം യസൽ ആവജ്, അത് വളഞ്ഞു തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വളഞ്ഞു തന്നെയാണ് ഇരിക്കുക, അത് നേരെയാക്കാൻ പോകരുത്. അപ്പോഴാണ് വാശി വക്കാണം. ഇപ്പോൾ ഒരു സഹോദരൻ്റെ മകൾ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ 3 കുട്ടികളോ വലിയ കുട്ടികളായിട്ടുണ്ട്. ഏകദേശം ഒരു 8 or 10 വയസ്സ് ആൺകുട്ടിക്കായിട്ടുണ്ട്. ഈ 3ഉം 4ഉം കുട്ടികളായതിനു ശേഷം പിന്നെ ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിയുന്നത് അത് വളരെ സങ്കടകരമായ കാര്യമാണ്. ആ കുട്ടികളുടെ അവസ്ഥ ഇവർ രണ്ടുപേരും ആലോചിക്കുന്നില്ല. രണ്ടുപേരും ഒന്നിച്ച് നിന്ന് വളർത്തേണ്ട, ഒന്നിച്ച് പരിപാലിക്കേണ്ട, ഒന്നിച്ച് സ്നേഹം കൊടുക്കേണ്ട, ഒന്നിച്ച് തർബിയത്ത് കൊടുക്കേണ്ട, ഒന്നിച്ച് സ്കൂളിൽ പറഞ്ഞയക്കേണ്ട, ഒന്നിച്ച് സ്കൂളിൽ ചെന്ന് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കേണ്ട, ഒന്നിച്ച് അവരുടെ വളർച്ച ഇങ്ങനെ കണ്ടുകൊണ്ട് അതിലാവശ്യമായ പോരായ്മകൾ പരസ്പരം ചർച്ച ചെയ്ത്, ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും പരസ്പരം ചർച്ച ചെയ്ത് പോരായ്മകളൊക്കെ നിരത്തി കൊടുക്കുക, അവർക്ക് സ്വന്തമായി സാധിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടുക. ഇതൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോഴല്ലേ ആ കുട്ടികൾക്ക് മാനസികമായി വളർന്നു വരാൻ കഴിയുള്ളൂ. ഇത് വാപ്പൻ്റെ വഴിക്ക് പോയി, ഉമ്മമ്മൻ്റെ വഴിക്ക് പോയി, തലാഖായി, ഖലാസ്, വിവാഹമോചനം. പിന്നെ ആ കുട്ടികൾ എപ്പോഴെങ്കിലും വാപ്പനെ കാണാൻ പോവും, കുറച്ച് ദിവസം അവിടെ നിൽക്കും. അപ്പോഴേക്ക് ഇവിടുന്ന് നോട്ടീസ്, നിങ്ങളെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്, സമയം കഴിഞ്ഞിട്ടുണ്ട്, ബെല്ലടിച്ച്. അപ്പോഴേക്ക് ആ കുട്ടി എങ്ങോട്ട് വാഹനം കൊണ്ട് അവിടെ പോയി. എന്നാൽ ആ വീട്ടുകാരുമായി നല്ലൊരു ബന്ധത്തിലില്ലാത്ത ഒരുത്തനാണ് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടാൻ ചെല്ലുക. അപ്പോൾ ആ കുട്ടികളെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരില്ല ചെയ്യുക, ഗേറ്റിങ്ങിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് കുട്ടികളെ ആ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ, ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും, ഒന്നിവിടെ ഗേറ്റ് കൊണ്ടുവന്നാക്കി കൊടുക്കും, അയാൾ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകും. ഇതേമാതിരി തന്നെ ഇവരുടെ ഊഴം വരുമ്പോൾ, ഇവർക്ക് കൊണ്ടുവരേണ്ട അവസരം വരുമ്പോൾ ഇവരും മറ്റേ ഒരുത്തൻ്റെ ഗേറ്റിൽ പോയി നിൽക്കും, കുട്ടികളെ കൊണ്ട് പുറത്തേക്കാക്കി കൊടുക്കും. എന്താണിതൊക്കെ? ദുഃഖകരമായ കാഴ്ച. ആ രണ്ടുപേരും ആ കുട്ടികളൊക്കെ അവിടെ നിന്ന് നല്ല സന്തോഷത്തോടെ
ചിത്രശലഭങ്ങളെപ്പോലെ അവിടെ പറന്ന് നടന്ന് ഇവിടെ പറന്ന് നടന്ന് ആ ചില്ലയിലിരുന്ന് ഈ ചില്ലയിലിരുന്ന് അവർ സന്തോഷം പങ്കിട്ട് അവരുടെ മാനസികമായ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ബുദ്ധി വളരുള്ളൂ, അങ്ങനെ പഠിക്കാൻ ഉത്സാഹം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി നല്ല അനുകമ്പയോടുകൂടി പെരുമാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പര്യവസാനം നിങ്ങൾക്ക് വാശി, അവർക്ക് വാശി, അവരുടെ വാശി, നിങ്ങളുടെ വാശി. അത് തീരുന്നില്ല. അതിങ്ങനെ പിശാചാണെങ്കിൽ ഇന്ന ശൈത്താനെ എൻസഖ് ബൈനക്കും നിങ്ങൾക്കിടയിൽ ഇങ്ങനെ തിരിപ്പ് കൂട്ടിക്കൊണ്ടിരിക്കും. വാച്ചിൻ്റെ ചാവി കൊടുക്കണ മാതിരി ഇങ്ങനെ നിങ്ങളുടെ കൂടി അവളെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ രണ്ട് തലയും കത്തിക്കും. അപ്പം അതിൻ്റെ പര്യവസാനം കസ്സർത്തഹു, നീ ആ വളവ് നേരെയാക്കാൻ വാശി പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, എന്നാ ഞാൻ ആരാന്നും കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ സമീപിക്കുന്നതെങ്കിൽ കസ്സർത്തഹു, ആ കുടുംബജീവിതം നീ തകർത്തത് തന്നെ. വൈൻ തറക്തഹു, എന്തെങ്കിലും ചില ന്യൂനതകളുണ്ടെങ്കിൽ അതിൽ മാന്തി വ്രണം മുറി അധികമാക്കാതെ അത് സമാധാനത്തോടു കൂടി അതിനെ സമീപിച്ചാൽ ലം ഇസൽ ആവജ്, ആ വളവടുണ്ടാവും. പ്രസ്തവസോബിൻ നിസായി, നിങ്ങൾ സ്ത്രീകളുമായി നല്ല നിലയ്ക്ക് പെരുമാറുക. അതാണ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ മർഅത്തു കല്ലറ ഇദാ അഖംതഹ കസ്സർതഹ. വളഞ്ഞ വാരിയല് കൊണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള വാരിയെല്ലുകളുടെ മുകളിൽ ഏറ്റവും വളവുള്ള എല്ലുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ഹവ്വായെ സൃഷ്ടിച്ചു. അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് മനുഷ്യവംശം ഈ ലോകത്ത്. ആദ്യ മാതാപിതാക്കൾ ആദം ഹവ്വ, ഇവർ രണ്ടുപേരാണ്. അപ്പോൾ ആദമിനെ നേരത്തെ തന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ക്ഷമയോടെ സമാധാനത്തോടെ ഒതുങ്ങി നിൽക്കുന്ന ആ സമാധാനത്തിൻ്റെ, അതല്ലെങ്കിൽ ക്ഷമിക്കുവാനുള്ള കഴിവ്, നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതെല്ലാം നൽകപ്പെട്ട പ്രകൃതത്തോടു കൂടി ആദം സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ ആദമിന് ഇണ വേണം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിൻ്റെ വാരിയെല്ലുകളിൽ ഏറ്റവും ഉയരത്തിലുള്ള വളഞ്ഞ എല്ലിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു. ആ ഹവ്വ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി അവരുടെ കുടുംബജീവിതം ആരംഭിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ പ്രകൃതത്തിൽ വ്യത്യാസമുണ്ട്. ആദമിൻ്റെ പ്രകൃതമല്ല ഹവ്വാക്കുണ്ടാകുക, ഹവ്വാൻ്റെ പ്രകൃതമല്ല ആദമിനുണ്ടാകുക. അത് രണ്ടുപേരും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളലഇൻ ലൻ തസ്തഖീമ ലക അലാ തരീഖ. നിനക്കെല്ലാ കാര്യത്തിലും നീ വിചാരിക്കുന്ന അതേമാതിരി അവൾ ആവുകയില്ല, ഒരിക്കലും ആവുകയില്ല. ഫൈൻ ഇസ്തംതഅത ബിഹാ ഇസ്തംതഅത ബിഹാ വഫീഹാ അവജ്. ഈ ഒരു ന്യൂനത ഉള്ളതോടുകൂടി നീ അവരോട് നല്ല നിലയ്ക്ക് പെരുമാറിയാൽ വളരെ നല്ല നിലക്ക് നിനക്ക് ജീവിതം അവളിൽ ഭാസുരമാക്കാം, സന്തോഷപ്രദമാക്കാം. അതാണ് ഫൈൻ ഇസ്തംതഅത ബിഹാ ഇസ്തംതഅത ബിഹാ വഫീഹാ അവജ്. ആ വളവ് അവളുള്ളതോടുകൂടി തന്നെ അവൾക്ക് നല്ല നിലക്ക് അവരോടൊപ്പം നിനക്ക് ജീവിക്കാൻ സാധിക്കും. ഗോളി ഒരു പന്ത് അങ്ങോട്ട് തട്ടുക, അപ്പം മറ്റേ പോസ്റ്റിലിരിക്കുന്ന ഗോളി ഒന്ന് ഇങ്ങോട്ടും തട്ടുക. മനസ്സിലായില്ലേ? ഈ നടുക്ക് നിന്നിട്ട് പന്ത് ഇങ്ങനെ ഇവരുടെ രണ്ട് പുരക്കാരുടെയും ഈ ഫുട്ബോൾ കോർട്ടിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന കുട്ടികൾ. എന്നിട്ട് അവരാണ് വന്നിട്ട് ഈ നാട്ടിലെ വലിയ പൗരന്മാരും വലിയ ബുദ്ധിജീവികളും വിദ്യാസമ്പന്നരുമായ കുട്ടികളായി നമ്മുടെ സമൂഹത്തിൽ വളരേണ്ടത്. ഈ ഫുട്ബോൾ കോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കെട്ടുന്ന മാതിരി തട്ടുന്ന ഈ കുട്ടികളാണ്. ഇതെങ്ങനെ നടക്കും സഹോദരന്മാരെ? അതുകൊണ്ട് ഇസ്ലാം വരച്ച വരണ്ടല്ലോ, മതം നിശ്ചയിച്ച വര, അത് കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് എല്ലാ അർത്ഥത്തിലും നീതി കാണിക്കുന്ന സൽപെരുമാറ്റത്തോടെ അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ച മാർഗരേഖകൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.